നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജിയോഗ്രഫിയുടെ ഭാഗത്തു നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? എന്താണ് ചോദ്യം? ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? മാംഗോ ഷവറാണ് ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദം. ഏതാണ്? മാംഗോ ഷവർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഇത് 2011 സെൻസസ് പ്രകാരമുള്ള കണക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ല വയനാടാണ്. ഏതാണ്? വയനാട്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം 24 മണിക്കൂറാണ്. എത്രയാണ്? 24 മണിക്കൂർ. അപ്പോൾ ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? മാംഗോ ഷവറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ല ഏതാ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ല വയനാടാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 24 മണിക്കൂറാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് എങ്ങനെയാ? ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ് എന്നാണ് കേട്ടോ. എന്താണ്? ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ് എന്നാണ്. നമ്മൾ ധരാതലീയ ഭൂപടത്തെ പറ്റിയിട്ട് വിശദമായിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണ്? എന്താണ് ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത്? കാറ്റുകളാണ് ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ല വയനാടാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസമോ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം 24 മണിക്കൂറാണ്. എത്രയാണ്? 24 മണിക്കൂർ. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിലേക്ക് വരയ്ക്കുന്ന ചുവന്ന രേഖകൾ എന്താ അറിയപ്പെടുന്നത്? ഈസ്റ്റിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് കാറ്റുകളാണ് ലോയിസ് സമതലങ്ങളെ രൂപപ്പെടുത്തി എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാ? രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം 12 മണിക്കൂറും 25 മിനിറ്റുമാണ്. എത്രയാണ്? 12 മണിക്കൂറും 25 മിനിറ്റുമാണ് രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം. എത്രയാണ്? 12 മണിക്കൂറും 25 മിനിറ്റും. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. എന്താണ്? ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. മാർബിൾ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? മാർബിള് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. മാർബിൾ ഏത് തരം ശിലകൾക്കാണ് ഉദാഹരണം? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിള്. ശ്രീനഗർ, കാർഗിൽ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ഏതാണ്? സോജില ചുരം. അപ്പം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം 12 മണിക്കൂറും 25 മിനിറ്റുമാണ്. എത്രയാണ്? 12 മണിക്കൂറും 25 മിനിറ്റും. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാ? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. മാർബിൾ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? മാർബിൾ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. മാർബിൾ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. ശ്രീനഗർ, കാർഗിൽ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? ശ്രീനഗറിനെയും കാർഗിൽ ഇവയെ രണ്ടും ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ്. ഏതാണ്? സോജില ചുരം.
ഡെക്കാൻ പീഠഭൂമി പ്രധാനമായും ഏതിനം ശിലകളാൽ നിർമ്മിതമാണ്? ഡെക്കാൻ പീഠഭൂമി ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമാണ്. ഡെക്കാൻ പീഠഭൂമി പ്രധാനമായിട്ടും ബസാൾട്ട് ശിലകളാലാണ് നിർമ്മിതമായിട്ടുള്ളത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടി നോക്കാം അല്ലേ? ഡെക്കാൻ പീഠഭൂമി പ്രധാനമായിട്ടും ഏതിനം ശിലകളാൽ നിർമ്മിതമാണ്? ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമാണ്. രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാ? രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസമാണ് 12 മണിക്കൂറും 25 മിനിറ്റും. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. മാർബിള് ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? മാർബിള് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ഏതാണ്? സോജില ചുരം. ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? മാംഗോ ഷവറാണ് അല്ലേ? ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസമോ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം 24 മണിക്കൂറാണ്. എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ എങ്ങനെയാണ്? ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ് എന്നാണ്. എങ്ങനെയാണ്? ഈസ്റ്റിങ്സ് എന്നാണ്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണ്? ലോയിസ് സമതലങ്ങളെ സൃഷ്ടിക്കുന്നത് കാറ്റാണ്. എന്താണ്? കാറ്റാണ് ലോയിസ് സമതലങ്ങളെ സൃഷ്ടിക്കുന്നത്. ലോയിസ് എന്ന് കാറ്റ് വഹിച്ചുകൊണ്ട് വരുന്ന വളരെ നേർത്തതും പൊടി പോലുള്ളതുമായിട്ടുള്ള മണ്ണും അവസാദങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഭൂരൂപമാണ് ഈ ലോയിസ് സമതലങ്ങൾ എന്ന് പറയുന്നത്. അത് കാറ്റിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്.